ഹായ് കൂട്ടുകാരെ, അങ്കിൾ ടോം ടേസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി ചിക്കൻ വരട്ടിയതാണ്. അതിനായിട്ട് ഒരു 3/4 കിലോ ചിക്കനാണിത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. അതിനായിട്ട് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, അതിനുശേഷം 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, പിന്നീട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്. ഞാൻ ഇതിനകത്ത് പിരിയൻ മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് കാശ്മീരി മുളക് പൊടി ഇടുവാണെങ്കിൽ ചിക്കൻ വരട്ടുമ്പോൾ നല്ല കളറായിരിക്കും. എൻ്റെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പിരിയൻ മുളക് പൊടി ഇട്ടേക്കുന്നത്. അതിനുശേഷം ഒരു 1.5 സ്പൂൺ വിനാഗിരി, ഞാൻ തേങ്ങാവെള്ളത്തിൻ്റെ വിനാഗിരിയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. മസാലകളെല്ലാം ഇറച്ചിയിൽ നന്നായിട്ട് പിടിക്കണം. അതുപോലെ ഉപ്പും വിനാഗിരിയും എല്ലാം നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് ഒരു അരമണിക്കൂർ അത് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് തിരുമ്മിപ്പൊത്തി അത് വയ്ക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾക്ക് ഒരു 3 സവോള ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കാം. നമ്മൾ ബിരിയാണിക്കൊക്കെ സവോള വറുത്തെടുക്കിയല്ലേ, അതുപോലെ നമുക്ക് സവോള വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു 7 സ്പൂൺ എണ്ണ. ഇത് ഒരു പരന്ന നോൺ സ്റ്റിക്ക് പാനായത് കാരണം ഞാൻ 2ആയിട്ടാണ് ഈ 3 സവോള വറുത്തെടുക്കുന്നത്. നിങ്ങളൊരു കുഴിയൻ ഇതുപോലെ നോൺ സ്റ്റിക്ക് പാനോ ചീനച്ചട്ടിയോ ചട്ടിയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ എണ്ണയിൽ നമുക്ക് അത് ഒറ്റ ട്രിപ്പായിട്ട് നമുക്കത് വറുത്തെടുക്കുവാൻ സാധിക്കും. കണ്ടോ, 3 സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ്. ആ സവോള ഒന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി ഒരു മയം വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് നന്നായിട്ട് തിരുമ്മിയെടുക്കാം. കണ്ടോ, ഇതുപോലെ. അതിനുശേഷം നമ്മൾക്ക് ആ എണ്ണയിലേക്ക് ആ സവോള ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ മതി, ചെറിയ തീയിൽ കിടന്നത് വെന്ത് മൊരിഞ്ഞ് വരണം. കണ്ടോ, ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം, പക്ഷെ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. ഇങ്ങനെ ഇട്ട് നമുക്ക് ചെറിയ തീയിൽ വറുത്തെടുക്കാം. തിരിച്ചിട്ടും മറിച്ചിട്ടും ഒക്കെ കൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം. ചെറിയ തീയിൽ കിടന്ന് നോക്കട്ടെ. അത് കണ്ടോ, ഇതുപോലെ. കണ്ടോ, അങ്ങനെ ഞാൻ വറുത്തെടുത്ത സവോളയാണിത്. അത് നമ്മൾ സവോള തിരുമ്മിയതുപോലെ തന്നെ ഈ സവോള വറുത്തത് നമുക്ക് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് പൊടിച്ചു കൊടുക്കാം. നന്നായിട്ട് തിരുമ്മി ഒന്ന് പൊടിച്ചിട്ട് നമുക്ക് നേരത്തെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഇറച്ചിയിലേക്ക് ചേർത്ത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സവോള വറുത്തത് ഇറച്ചിയിലേക്ക് പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വളരെ എളുപ്പം വയ്ക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്, വളരെ ടേസ്റ്റുമാണ്. അതിനുശേഷം നമുക്ക് നമ്മൾ നേരത്തെ സവോള വറുത്ത എണ്ണയാണ്, ബാക്കി ഉണ്ടായിരുന്ന എണ്ണയാണത്. അതിലേക്ക് നമുക്ക് സവോളയും സവോള വറുത്തതും എല്ലാം കൂടി തിരുമ്മി വെച്ച ആ ഇറച്ചി നമുക്ക് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒത്തിരി എണ്ണയൊന്നും വേണ്ട, അത്രയും മതി.
സവോള വറുത്തതിൻ്റെ ബാക്കി എണ്ണയാണത്. അതിലേക്ക് നമുക്ക് കൂടുതൽ എണ്ണ ഉണ്ടെങ്കിൽ നമുക്കത് കുറച്ചെടുത്ത് മാറ്റണം. ഇത്ര എണ്ണയുടെ ആവശ്യമേ നമുക്കുള്ളൂ. അതിലേക്ക് നമ്മൾ ആ ഇറച്ചി പുരട്ടിയത് എല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ആ എണ്ണയ്ക്കകത്തൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് വേവിക്കാം. വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇറച്ചിയിൽ തന്നെ കുറച്ച് വെള്ളം ഉണ്ടാകുമല്ലോ. അപ്പം ആ വെള്ളത്തിൽ കിടന്ന് അത് വെന്തോളും. ഇത്രയേ ഉള്ളൂ. ഇനി വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. ഒരു 20 മിനിറ്റ്, ഒരു 15-20 മിനിറ്റ് അത്രയേ ഉള്ളൂ. എന്നിട്ട് അത് നന്നായിട്ട് ആ എണ്ണയും ഇറച്ചിയും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉണ്ടോ? നന്നായിട്ട് മിക്സ് ചെയ്യുക. ചെറിയ തീയിൽ അതിരുന്ന് വെന്തോളും. ഉണ്ടോ? അതിനുശേഷം നമ്മൾക്ക് അതിൻ്റെ മൂടി കൊണ്ട് അടച്ചു വയ്ക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട്, ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയതാണിത്. 15 മിനിറ്റ്, ഒരു 20 മിനിറ്റിൻ്റെ ആവശ്യമില്ല. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കിയപ്പോൾ കണ്ടോ, ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ എണ്ണയും മസാലയും എല്ലാം പിടിച്ച് ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അതിനുശേഷം കുറച്ച് മല്ലിയില നമുക്കൊന്ന് വിതറി കൊടുക്കാം. കണ്ടോ, പണി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പണി. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം, എന്നാലോ വളരെ അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ചിക്കൻ വാങ്ങിച്ചാൽ നിങ്ങൾ ഇങ്ങനെ വെക്കത്തുള്ളൂ. കണ്ടോ, ഞാൻ ചിക്കൻ വരട്ടിയെടുത്തതാണിത്. ഇത് നമ്മൾക്ക് അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ കപ്പയുടെ കൂടെയോ ഒക്കെ കൂട്ടാം. കണ്ടോ, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.